ഹേ ഗായ്സ്, അപ്പം നമ്മൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ PD Reacts. നമ്മളിന്ന് കളിക്കാൻ പോണത് ഫ്രീ ഫയർ തന്നെയാണ്. ഞാൻ കുറച്ച് ഡെവലപ്പൊക്കെ ആയി കേട്ടോ, കുറച്ച് പ്രോയി കളിക്കാനൊക്കെ തുടങ്ങി, കുറച്ച് ഇരുന്ന് കളിച്ച് ഇങ്ങനെ നിങ്ങൾ കണ്ട് എൻ്റെ റാങ്ക് വെറും പൊട്ടനായി. എൻ്റെ ഇതൊക്കെ കണ്ട് BR ഒക്കെ കുറഞ്ഞിരിക്കുന്നു, പ്ലാറ്റിനം അടിച്ചിരുന്നതാണ് ഗൈസ്. ഇത് ഡയമണ്ട് എങ്ങനെ ഇപ്പോഴും ഇരിക്കണം ഭാഗ്യം. നമുക്ക് കളിച്ച് നോക്കാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ എപ്പോഴത്തെ ഫേവററ്റ് പ്ലെയറാണ് ഗൈസ് നോക്കുക. അപ്പം നിങ്ങളുടെ ഫേവററ്റ് പ്ലെയറിനെ കമൻറ്റ് ചെയ്യുക ഗൈസ്, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ക്യാരക്ടർ ആരാണ്. നമ്മളൊരു CS റാങ്ക് കളിക്കുകയാണ്. അപ്പോൾ ഇത് ഏതായിരുന്നു സ്ഥലം ബ്രോ? സ്ഥലത്തിൻ്റെ പേരും മറന്നുപോയില്ലോടെ. കൽഹാരി, അത് തന്നെ, കൽഹാരിയിലാണ്. ഓക്കെ, G18 എടുത്ത് പിടിക്കാം. പിന്നെ നമ്മുടെ G18ൻ്റെയൊക്കെ സ്കിന്ന് ഉണ്ടായി, എന്ത് ഇവിടെ എടുക്കണം കേസ് ഇത്. പിന്നെ നമ്മുടെ ഇമോട്ട് ഞാൻ കാണിക്കാൻ പറ്റും, ഇത്രയുണ്ട് ഗൈസ്. ഇത് ഇപ്പോഴത്തെ ഒരു ഇവൻറ്റിൽ വന്ന ഇമോട്ടാണ്. ഇത് ആർക്കൊക്കെ കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതേ പറഞ്ഞു, ദിവസം കയറി വരുന്നുണ്ട്. ഓക്കെ ഐ തിങ്ക് 2 പേര് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതല്ല എങ്കിലും കേർസപ്പെട്ട് നല്ലതും ചീത്തയും. അടിയുടെ മോനെ വാരി പുറക്കി 91. ഞാൻ പിന്നെ അടിക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്ത കേട്ടോ. ഓടാ ഷിറ്റ്. ഇതേ കയറി പറഞ്ഞത് ഇതേപോലത്തെ കുറേ ന്യൂസ് ഉണ്ടല്ലോ. ഇതേ കിടന്നു പറയാം എന്തോ കുറച്ച് ഹെൽത്താണ് കേസ് എനിക്ക്. യവൻ അവിടെ കോരും മെഡിക്കറ്റ് ഓസൻ ഇട്ടു എന്നൊക്കെ വിചാരിച്ചു. ടിക്കറ്റ് എവിടെ നിന്ന് എല്ലാം നല്ല പ്ലെയേഴ്സ്, നല്ല ടീമേറ്റ്. സൂടി അവിടാണ് കേട്ടോ മറ്റവൻ. നമുക്ക് പേടിയൊന്നുമില്ല ഗൈസ്, നമ്മൾ പിന്നെ കളിച്ചിട്ടുള്ളവനാണേ. ചാട് പൊട്ടപ്പടേ. എങ്ങനെയുണ്ടായിരുന്നത് ഗൈസ്? കൊള്ളാമെങ്കിൽ പറയൂ ഗൈസ്. വേണമെന്ന് എനിക്കറിയാം, അവൻ്റെ ഗില്ല് ക്രെഡിറ്റ് എടുത്താണെന്ന് മനസ്സിലായി. അവൻ വിചാരിച്ചാണ് ഇത്രയും ഒരു എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കരയുണ്ടാവും അവിടെ. മീൻസ് അവൻ്റെ ആ കില്ല്, അവന് 1 HP എന്തോ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ കയറിയും ഓസനടിച്ച്, അതൊക്കെ അത്രയല്ലേ ഉള്ളൂ. നമ്മളാളാ ബാക്കിയുള്ളത്. പിന്നെ എനിക്കിപ്പോഴാണ് വുഡ്പെക്കറിൻ്റെ സ്പിൻ കിട്ടില്ല. വൃത്തിയായിട്ട വുഡ്പെക്കർ ആളെ പറ്റി ചേസ്. ഞാനേ കാണിച്ചത് എത്ര സ്പിൻ. ഞാൻ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 58 സ്പിൻ, മീൻസ് 58,000 അല്ല 58,000 രൂപ അതിന് വേണ്ടിയിട്ട് കറക്കി ഗൈസ്. 1 ടാപ്പ് പിന്നെ വേറെ പിന്നെ പറഞ്ഞു. ഞാൻ 1 ടാപ്പ് അടിക്കാനും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അല്പം പ്രോ ഓടം മണ്ടേന്ന് അവൻ എന്നെ കാണും. അപ്പോൾ എനിക്ക് അവനെ കാണല്ലോ. അവനെ കണ്ടു നമ്മളെ സ്ഥലമൊക്കെ മാർക്ക് വെച്ചിട്ടുണ്ടേ. ഓടാ അപ്പുറത്ത് എല്ലാത്തിനും അടിച്ചിടണം, എനിക്ക് വയ്യ. എനിക്ക് വേണ്ട ഒരു ടീംമേറ്റ്സ്. ഷിറ്റ് എടാ, അവൻ ഏതോ ഇങ്ങനെ AW എടാ, ഒന്ന് പൊക്കടാരെങ്കിലും എടാ, അവൻ വരൂല. ഇവൻ വന്നളിയാ വന്ന് നമ്മളണ്ണൻ വന്ന് അലോക്ക് പോയി. ഓക്കെ താങ്ക്സ്. നമ്മൾ ഈ സൈഡ് മെഡിക്കലും കൂടെ അടിക്കട്ടെ. മറ്റവൻ അവിടെ എവിടെയോ ഉണ്ട്, നമ്മുടെ അലോക്കിൻ്റെ അടുത്ത് തന്നെ. ആരാണവൻ? അവിടെ നിന്നാണ് അടി. ഓക്കെ, നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അകത്തോട്ട് പുഷ്യുണ്ട്. ആരാണ് അവൻ? ഓക്കെ, ഞാൻ കാണുന്നു. നോക്കിയപ്പോൾ താഴോട്ട് ഓടിപ്പോണുണ്ട്. ഓക്കെ, ചത്തു. സോണ് വന്ന് ചത്തു, അത്ര ഉള്ളു പറയാൻ. അമ്പിനും വില്ലിനും എനിക്ക് തോന്നി ഒന്ന് സോണിലൊന്ന് ചാവുമെന്ന്. മീൻസ് അവിടെ സോൺ ഇവിടെ അടഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ അവന് വരാൻ പറ്റും? അല്ലയോ ബുദ്ധി ഉപയോഗിക്കൂ. തോംസൺ കൊടുത്ത് വെച്ചിട്ടുണ്ട്. മീൻസ് അടുത്തോട്ട് വരുമ്പോൾ കണ്ടല്ലോ, ഒട്ടേക്കറത്തിൽ അടിക്കണമെങ്കിൽ 1 ടാപ്പ് അടിക്കാൻ പറ്റും. ബട്ട് അത് മറ്റേ എപ്പോഴും അടിച്ചടിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഓമാണോടെ ഇത് എനിക്കെപ്പോഴും സംശയം. പോലെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഗണ്ണിൻ്റെ സ്കിന്നും കിട്ടിയിട്ട് ഇത് റെക്കോർഡാവുന്നുണ്ടോടെ? എവിടെ? റെക്കോർഡാവണ്ടേ. ഞാൻ ഏത് സ്ക്രീൻ റെക്കോർഡറാണ് എടുക്കണത്. പിന്നെ ഇതെങ്ങനെയുണ്ട്? ചിലവർ പറഞ്ഞത് ഏതോ ഹാക്കർന്ന്. ഈ ചുമ്മാ അറിയാം, കൈയിട്ട് ചുമ്മായിട്ട് ഞാൻ ഒട്ടണം തന്നെ. ടപ്പൊക്കെ കൊടുത്തില്ല, 1 ടാപ്പാണ് കൊടുത്തില്ലെന്ന് പറഞ്ഞോടാ. അവിടെ നിന്ന് അടിക്കണോടെ, എന്ത് പക്കം അടിക്കണോടാ.
നീ ആൾ കൊള്ളത്തില്ലയ്യോ. നമ്മൾ നൈസിന് ഇന്ന ബാക്കിൽ കവറൊക്കെ എടുത്തില്ലെന്ന് ചോദിച്ചാൽ ദേ ബാക്കിൽ നിന്ന് ഒരടി, ഫ്രണ്ടിൽ ഒരുത്തൻ ദേ നിൽക്കണം. ഞാൻ കണ്ടവനെ നേരത്തെ. വന്ന് ലൂട്ട് വാരി കൊണ്ടുപോയടോ അവൻ. ഉള്ള ലൂട്ട് അത്രയും അവൻ വാരി കൊണ്ടുപോയി. നമ്മൾ വിടുമോ അവനെ? നമ്മുടെ സൈബർ പോയിന്റ്, ഞാൻ അവിടെ കുത്തിയിരുന്നിടത്തുണ്ട് സൈബർ പോയിന്റ്. എനിക്കൊരുത്തന്നെ ഇരിക്കണ്ട കട അറിയില്ല. അവ ഇരുന്ന് കാണിച്ചില്ലേ, മെഡിക്കറ്റ് അടിച്ചതിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടോ പൊന്നളിയാ, മുന്നോ നിൽക്കല്ലേ. സൈബറിൻ്റെ അകത്തൊന്നും ഒന്നും ഇല്ലടേ. AWM ഉള്ളു. പിന്നെ ഞാൻ AW ഇപ്പോൾ പോയി വുഡ്പെക്കർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. വുഡ്പെക്കർ ലവേഴ്സാണ് കേട്ടോ നമ്മളൊക്കെ. ഇതേ നിൽക്കണം എന്താ അനങ്ങാത്തെ. 1 ടാപ്പ് ഒരിക്കലൊന്നും സംഭവിക്കത്തില്ലടേ. അവൻ തോണിട്ട് വിട്ട് അല്ലെങ്കിൽ അവൻ ആണെങ്കിൽ വിളി ഉറങ്ങും. എടാ അവൻ എൻ്റെ കില്ലും കൂടി ഒരുത്തൻ. എന്താണോ എന്തോ, എന്ത് കഷ്ടമാണെന്തോ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കുറേ അവനെ കുറേ ആയി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം വെച്ചിട്ട് പോടി എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അതെ, കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു CS റാങ്ക് കൂടി ജയിക്കുകയാണ്. തോറ്റ് കിടന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പവർ വന്ന് ഗൈസ്. നിങ്ങളുടെ മുന്നിൽ തോറ്റ് കാണിക്കാൻ നാണക്കേടെന്നൊക്കെ മനസ്സിലായി എനിക്ക്. അപ്പം നമ്മൾ അതിൻ്റെ പവറൊക്കെ എടുക്കാമെന്ന് കരുതി. ഡോ മോനെ താഴെ നിൻ്റെ ചെറുക്കനടിക്കോടാ നീ ഓടാ. നീ ചെറുക്കനടി, എനിക്ക് വയ്യ ഇവനെ ഒന്നും. കില്ല് ഉമ്മനോമാരൊക്കെ ബെസ്റ്റാണ്. നമ്മൾ ബെസ്റ്റായി താഴ്ചടി. എനിക്ക് തോന്നി ഇപ്പോൾ ഫാൾ ഡാമേജും കൂടെ ഇതേ പോണ്ടത്. അവിടെ ബാക്ക് നടിക്കില്ല മോനെ. കവർ അവൻ എടാ എനിക്ക് മറ്റവൻ ബാക്ക് നടിച്ചപ്പോൾ എനിക്കവന് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവന് കൈ തരിച്ചു വന്നവൻ അടിച്ചിട്ടേ പറ്റുമെന്ന് പറഞ്ഞു. ഗ്രനേഡ് എൻ്റെ സൈഡിലോട്ട് ഇട്ടിട്ടെ അവിടെ ഉണ്ട് നോക്കാം. എടാ അവൻ പറഞ്ഞില്ലടാ. എടാ അവനെയും കൊന്നോ? ഈടെ ഇവന്മാർ ദേ നിൽക്കണടാ മറ്റവൻ. വെത്തളവാഴ ആ പട്ട നൂബ്. അരേ നൂബ് ആ പൊട്ട നൂബായിരുന്നു. അതുകൊണ്ട് നമ്മൾ നൈസ് അടിച്ചിട്ടു. ഡയമണ്ട് 2 തീർന്നില്ലേ ഗൈസ്? അത് തീർന്നൂടെ ഗൈസ്? അങ്ങനെ നമ്മൾ ഒരു കളിയും കൂടെ ജയിച്ചു. എനിക്ക് മൊത്തളവി പവർ ഏറി വന്നിട്ടുണ്ട്. 8 മിനിറ്റ്, നോ പ്രോബ്ലം. കുറച്ച് സ്നൈപ്പർ എനിക്ക് ഇതൊന്നും ആരും ഉപയോഗിക്കത്തില്ലേ. എനിക്ക് കുറച്ച് ദിവസം കിടക്കണമെന്ന് ഇഷ്ടമല്ല. എൻ്റെ കണ്ട ഇതൊക്കെയാണ് എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും. ഇതൊക്കെ എപ്പോഴും കിടക്കും. മറ്റേത് ഒരിക്കലും മര്യാദയ്ക്ക് കിടക്കത്തില്ല. ഇത് കണ്ട, പക്ഷേ ഇതെനിക്ക് എൻ്റെ ഫേവററ്റ് സാധനമാണ് മക്കളെ. ഒരിക്കലും വിടത്തില്ല. ഇത് എനിക്ക് കിട്ടുമ്പോൾ അപ്പം തന്നെ എടുക്കും. കിട്ടി വീണ്ടും അതേ സാധനം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ബിഗ് ഹെഡ് കളിക്കട്ടെ. ബിഗ് ഹെഡ് അതോടെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. അതോ ഇത് നിർത്തിയിട്ട് പാർട്ട് 2 ആക്കണോ? ലെങ്തി ആകുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ബിഗ് ആർക്കൊക്കെ അറിയാം ഗൈസ്? അറിഞ്ഞൂടാത്തവർക്കാണ് ഞാൻ പറയാം. ബിഗ് ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു BRലായിരിക്കും, പക്ഷെ ക്ലാഷ് കോഡ് പോലെ ആയിരിക്കും. എനിക്കുണ്ടോ ഇതാണ് ക്ലാഷ് കോഡ് പോലെ എന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ BR എന്ന് പറഞ്ഞാൽ അതെ, ഈ ഓരോ ചുവപ്പ് കുത്തിനും ഓരോ 4 ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മളും അതിലൊരു ചുവന്ന കുത്താണ്. അത്രയും മനസ്സിലായില്ലേ? അതാണ്. അപ്പം അത്ര മനസ്സിലായാൽ മതി. അപ്പം നമ്മൾ ഇതേ വെക്കണ്ടേ ലൂട്ടൊക്കെ വാരി നൈസിന് ബട്ട് ആൾസോ CS ആണ്. ഇങ്ങനത്തെ കിടിലം ലൂട്ടുകൾ കിട്ടും. ഒരു ഹാർഡ് കോർ മോഡ് എന്നൊരു സാധനം ഉണ്ടല്ലോ ഫ്രീ ഫയറിൽ, അതുമാതിരി സാധനത്തിൻ്റെ ഒരു ടൈപ്പ് വെർഷൻ. എൻ്റെ മണ്ടയിലോട്ട് ഇപ്പം തന്നെ പിന്നെ വേറെ കാര്യം, നിങ്ങൾ ചത്ത അതേപോലെ നിങ്ങൾ തിരിച്ച് അപ്പം തന്നെ റീസ്പോൺ ആക്കും. അപ്പം തന്നെ കുറച്ച് സമയം എടുത്ത് റീസ്പോണൊക്കെ ആയി വരും.
നമ്മളിതേപോലെ ചെറുതായിട്ട് നമ്മുടെ VR കളിക്കണ അതേ പരിപാടി കളിക്കണം. നമ്മൾ നൈസിന് ഇരുന്ന് കുത്തിപ്പിടിച്ചടിക്കാൻ ABC കൊള്ളാം. മൊത്തത്തിൽ നമുക്ക് നല്ല ലൂട്ട് കിട്ടി ഇപ്പം തന്നെ. പിന്നെ നമുക്ക് അതെ താഴേക്ക് നല്ല പൊരിഞ്ഞടി എടുക്കണം. ഞാൻ ഇപ്പോഴേ കയറി അടിക്കണില്ല, ലൂട്ട് നോക്കിയിട്ടടിക്കാം. പിന്നെ വേണ്ടവർക്ക് നേരെ ചെന്നടിക്കാം. കാരണം നമ്മൾ ഇങ്ങനെ ചെന്ന് അതേ അവിടെ എടുത്താൽ പരങ്കെടുക്കാം ഗൈസ്. ഷിറ്റ് പരങ്കെടുക്കാം ഗൈസ്. ചാടുക ഒളയാ ഓടാ. ഇത് കിടിലൻ സ്പോട്ട് ഗൈസ്. നോക്കട്ടെ വീറ്റ് നമ്മൾ ദേ നിൽക്കണം ഒരുത്തൻ. എടാ ഒട്ടും വിചാരിച്ച് കാണത്തില്ലടാ. അവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. എത്തലേ ഈ നൈസിൻ്റെ മണ്ടിലോട്ട് ചാടി ഒരു ജമ്പ് അങ്ങ് അടിച്ച് നോക്ക്. ഓടാ മോനെ, അവിടെ ഉണ്ടായിരുന്നടാ ഒരുത്തൻ. ഇപ്പോഴും കാണുമോ? അവിടെ തന്നെ ഉണ്ട്. എന്നോട് അടുത്ത് അങ്ങോട്ട് കയറി നോക്കാം. ചാടി വരുമോ നോക്കട്ടെ. ബ്രോ അവനോട് ഇല്ലയോ? എന്തോ ഗൈസ് നമ്മളൊരു ചെറിയൊരു ജമ്പ് കൊടുത്ത് എനിക്ക് തോന്നി. തീർത്തിനോട് കിട്ടിയതായിരുന്നു, കൊടുത്തു. എൻ്റെ വാ വളക്കണം. എന്നിട്ട് അങ്ങോട്ടൊരു ഗ്രനേഡ് കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അളിയന്മാരെ ജമ്പിങ് സാധനം ഭയങ്കര ഉപയോഗമുള്ളതാണ് കേട്ടോ. ഇതുണ്ടാവും എന്ത് ചെയ്യാൻ. പാവം എന്നെ കണ്ടു നിൽക്കാത്തൊരു പാവമായിരുന്നു. പാവം എന്നിട്ട് ഞാൻ തൊട്ട് വ്യത്യാസം ഇവിടെ നിൽക്കണ്ട ഗൈസ്. ഞാനേ ഒരു കാര്യം മറന്നു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നേരം. അതൊന്നും സൗണ്ടില്ലാതെ മെല്ലെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ. അയ്യോ ബാക്ക് നല്ലടി ഉണ്ട്. ഇനി ഞാൻ നല്ല സൗണ്ട് കച്ച എന്നുള്ള സൗണ്ടിൽ തോന്നി. ബട്ട് ഇതിൻ്റെ ഏഴായിട്ട് തോന്നില്ല അവൻ്റെ ഗ്രനേഡൊക്കെ. ആ വണ്ണം വിചാരിച്ചിട്ടും കാണത്തില്ല. അവൻ അവിടെ അവൻ്റെ ഉള്ള ഗ്രനേഡ് അത്ര എറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്ക് അവിടെ നിന്ന് നൈസിന് സ്കൂട്ടാവും. മീൻസ് അവിടെ നിൽക്കണത് അത്ര സേഫ് അല്ല. എനിക്ക് എൻ്റെ ജമ്പിങ് ബൂട്ട് സാധനം തിരിച്ചിട്ടെന്ന് പറഞ്ഞു. അളിയാ അവൻ കണ്ടല്ലേ ഒരു മെഡിക്കറ്റ് അങ്ങ് നമുക്ക് ഊഷണം. ക്ലോക്ക് ടവറിന് മണ്ടയിൽ വരുത്തൻ അവനെ എനിക്ക് ഇവിടെയും തട്ടാം തിരിച്ചു പോകണം. ഓളിയോ അതേ കിടക്കുന്ന നെറ്റില്ലാത്തടുത്ത് പൊട്ടെ ഇവിടെ ഷോറൊക്കെ എടുത്ത് ഇതും കേട്ടോ പറയില്ലേ. പിന്നെ അല്ലേ ഒളിയോ സൂപ്പർമെൻറ്റ്. ഞാൻ മെഡിക്കറ്റ് എടുക്കണില്ല. ശരിയാ, ഞാൻ മെഡിക്കറ്റൊന്നും യൂസ് ചെയ്യണില്ല. നമ്മളിന്നെ ഒരുവട്ടം നമ്മൾ ചത്തിട്ടുമില്ല. എങ്ങനെ ബ്രോ എനിക്ക് തിരിച്ചെൻ്റെ മണ്ടയിലോട്ട് പോകണം കേട്ടോ. ശേ നടന്നില്ല. ഇൻഹേലറും കയ്യില്ല. മൂഞ്ചി ഒരു മെഡിക്കറ്റ് അടിക്കാം. പിശുക്ക് കാണിക്കണ്ട. എടാ ഇവൻ്റെ അകത്ത് മെഡിക്കറ്റ് ഉണ്ടോ? ഇല്ല. മൂഞ്ചി. സ്കാർ 2 ഉള്ളത് കൊണ്ടാണ്. 3 ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. എടാ ഇതെന്തൊരു കഷ്ടടാവും. അപ്പം ഇരുന്നല്ലേ ഇത്ര നേരം വിളിച്ചത്. ഇതേ ഒരെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. കയറി ഈ മരങ്ങളും പൂമാനമേ അനുരാഗമേ ആടം അവനനങ്ങ നിൽക്കുകയാണ്. എൻ്റെ ചാൻസ്, ഹീലിംഗ് ബാറ്റിലെ ചാൻസ്. എവിടെ നിൽക്കുക മറ്റവനെ കാണാനല്ലേ. ഞാൻ നിങ്ങളുടെ വൃത്തിയിട്ടവനെയാണ് ബ്രോ. ഞാൻ ഇത്രയും നേരം കളിച്ച എൻ്റെ എല്ലാ ലൂട്ടും ഇപ്പം അവനെ കിട്ടി. എനിക്കത് ഇഷ്ടമില്ല. അതെന്നെ പിടിച്ചിറക്കിയ സ്ഥലം കണ്ടു. പിടിച്ചിറക്കിയ സ്ഥലം കണ്ടു. തന്ന തോക്ക് കണ്ടു. ലോങ് റേഞ്ച് അടിക്കാൻ പറ്റിയ തോക്കാണോ അത്? എടാ ഇവന്മാരെയൊക്കെ പിടിച്ചടിക്കണം മതിയും. ഇതേ ഇറങ്ങണം. എനിക്കിപ്പോൾ അവനെ അടിച്ച് അവൻ എന്നെ എടുത്തിട്ട് അറിയാം. അവൻ്റെ തോക്ക് എന്നൊരു കാണാൻ പോലും പറ്റില്ല. എങ്കിലും ഞാൻ കയറി അടിച്ച് കുറച്ചൊക്കെ എടുത്തുന്നേ. അതുകൊണ്ടാണേ
ഇതടിക്കില്ലേ ഗോളൊക്കെ ഇട്ടൊന്ന് കുറച്ച് ഷീൽഡൊക്കെ എടുത്ത് മോനെ 7 എടാ മൊത്തം ഇതെന്തരുത് 2 തോംസനോ ഇനി അതേ ഇറങ്ങിയെന്ന് വേറൊരുത്തൻ ഓ തോംസനൊക്കെ ഡ്രാഗ് തല കയറൊന്ന് കണ്ടുറാ നമ്മൾ നൈസിന് വിറ്റ് ഇടവൻ ഡൗണായി നമ്മൾ ടീമേറ്റിൻ്റെ അടുത്ത് പോകില്ലേ 7 അയിലെത്തില്ല ഒരുത്തനും ഇവിടെ ഫാക്ടറിയും പോയി എനിക്ക് മറ്റേനോ കൊല്ലണം എൻ്റെ ലൂട്ട് എടുത്തവൻ എനിക്ക് അവൻ്റെ നിന്ന് എൻ്റെ ലൂട്ട് തിരിച്ച് വേണം എനിക്കെൻ്റെ ജമ്പിങ് ബൂട്ട്സ് തിരിച്ചു തോടോ ഇതിനല്ലേ നേരത്തെ വിളിച്ചിട്ടേ ഇതെന്താ ഒരു അടിപൊളിയുള്ളത് ഇവിടെ പോടാ എവിടെ നിന്നൊക്കെടാ അടി മരത്തിന് ഒരുത്തിനടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല ഡാം ബ്രോ എന്നെ സൈഡിൽ നിന്ന് ഒരുത്തടിക്കണം എടാ ഇതാണ് ഈ ഗെയിമിൻ്റെ പ്രശ്നം എവിടെ നിന്നൊക്കെ അടിയെന്ന് മനസ്സിലാവത്തില്ല പൊരിഞ്ഞടിയാണ് ആരാണോ ഈ ഫസ്റ്റുള്ള ഭാഗ്യശാലി ഓക്കെ ഡൺ നീയൊക്കെ ചത്ര ഞാൻ ഇറങ്ങി മക്കളെ ഇറങ്ങി അത് ഏത് തോക്കച്ചാ നോക്കി അടി ഇനി അടി സൈഡിൽ നടിക്കാൻ പോടാ ഇത് സൈഡിൽ നടിക്കണം ഒരുത്തന്നെ ഇഷ്ടമല്ല പൊട്ട കലാഷ് നിക്കാലോ അടിയടി ഒരടിയും കൂടെ ഉള്ളു എനിക്കുള്ള എടാ ഇവൻ ആരാ ഇവൻ ഇനി കുറേ നേരം കൊണ്ട് നോക്കണം മഞ്ഞത്തലേൻ ഈ പച്ചത്തലേന് മഞ്ഞ നേർത്ത അല്ല വെള്ള എന്തിനൊക്കെയോ ഉണ്ട് എന്തോ തലേൻ എന്നിട്ട് അവനെ കുറേ നേരം കൊണ്ട് ശല്യപ്പെടുത്തുന്നുണ്ട് ശല്യം എന്ന് വെച്ചാൽ ശല്യം എൻ്റെ സ്കാർ തിരിച്ചിട്ടി ഇങ്ങോട്ട് ചോദിക്കി കെവാല ഞാൻ പൊട്ടിക്കും ഈഗോളിപ്പോൾ പൊട്ടും ബാക്കിലോട്ട് വരികട്ടെ കലാഷ് നിക്കാലോ അവനെ ഫിനിഷിങ് ചേട്ടാ എനിക്കൊന്നും ഈ ഒരു കില്ലും കൊണ്ടുള്ള എവിടെ നിന്നുള്ള അടി ഇടൊന്നും ഒന്ന് പൊക്കളിയാം പൊക്കോ ടാട്ടോ 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 ടക്ക 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 ഓക്കെ അളിയന്മാരെ അതേപോലെ അളിയന്മാരെ ഓക്കെ വീണ്ടും നമ്മൾ ചത്തിട്ടുണ്ട് എടാ ഇതെന്ത് ലോങ് വീഡിയോ ഒന്നല്ല ഇവിടെ 20 എടാ ഇളൂടാ പോടാ സോണിൻ്റെ വെളി ഉണ്ട് പോയി എന്നെ ഫമാസോ പവർ ഓഫ് ഫമാസ് കാണിക്കേണ്ട സമയമായി ഒരു കാശിനും കൊള്ളാത്ത ഫമാസിൻ്റെ പവർ ഇവിടെ ഡിഫീറ്റോ നിന്നെ ഇടിക്കുന്ന നീയൊക്കെ കുറവൊന്നും ഉണ്ട് ഡേ ഇതാറവൻ ഇവിടെ തല ഉണ്ടാകുന്നു മൊത്തം കണക്കിന് ഇരിക്കണ് നിങ്ങൾ ഇത്ര വീടോ ആദ്യം വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കയറണോ സെക്കൻഡ് പാർട്ടിൽ എന്തായാലും ഒരു വീഡിയോ കാണും ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഇതേപോലെ ഒരു ദിവസം അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടെ അടിച്ച് ഇതേപോലെ കിടുക്കാച്ച് വീഡിയോ കിട്ടും ബൈ